ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിന്ന് വരികയാണ് സാർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സാർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത്. അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ് പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ച്? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരുത്തര് ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിൽ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ എന്റെ ഒരു കഥാപ്രസംഗം. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട, നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ, അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി, ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടവരായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 രൂപ അടിച്ചു പോയില്ലായിരുന്നു, ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം. മനസ്സിലായോ? പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കയറി കിടക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. നോ തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ, വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്ത വിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. എന്താ പറഞ്ഞത്? സാറേ, NOC തട്ടിപ്പിനിരയായ ഒരു ഹതഭാഗ്യനാ ഞാൻ. കടം വാങ്ങിയ 10,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഞാൻ. അതിനു വേണ്ടിയാണ് ഈ വേഷം കെട്ടും നോട്ടീസും ഒക്കെ. അത്രേ ഉള്ളൂ. നിനക്ക് 10,000 രൂപ ഞാൻ തരാം. അതെ, ഇത്രയും സമർത്ഥനായ എന്നെ വിട്ടിച്ച ഒരു കൊച്ചു മിടുക്കൻ തന്നെ. പക്ഷെ എപ്പോഴല്ല, അടുത്ത ആഴ്ച നമുക്ക് ഇതിലൊരു ലേഖനം ഞാൻ പകുതിയാക്കി വെച്ചിരിക്കണം. വായിച്ചിട്ട് തരാം കേട്ടാ. അങ്ങനെ വായിക്കണ്ട. അതിക്ക് താടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ ബുക്ക് വേണം. അത് ചോദിച്ചാ പോരെ? എടുക്ക. നീ ഒരു കാര്യം ചെയ്യും, അതെടുത്ത് വായിക്കും. പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. അയ്യോ, എന്താ ഇതെന്താ? അയ്യോ, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ കുട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കി കളിക്കണേ. അയ്യോ, അതല്ല, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ, ഇത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കളിക്കുന്ന ഇത് അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അയ്യോ, പിന്നെ അടിക്കും. അയ്യോ, പറ്റിയ അയ്യോ, അതൊന്നുമല്ല. അതെ, 6 മാസം മുമ്പ് ഇവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ഇതുപോലുള്ള ഹോണടി കേട്ടാ ഇവന് വട്ടളകും. അയ്യോ, എന്നിട്ട് എന്താണ് നീ ഇത്ര കാലം പറയാതിരുന്നേ? അത് പറഞ്ഞ ഇവൻ എന്റെ എഴുതി കയറി പിടിക്കും. അയ്യോ, എന്റെ മോനെ. കാണിക്കണം. വേഗം കൊണ്ട് കാണിക്കണം. അയ്യോ, ഇതിപ്പോ ഞങ്ങളായിട്ടല്ലേ, വേറെ വല്ലവരാണെങ്കിലും. അതെ അതെ അതെ, ആരെങ്കിലും സൈക്കാട്രിസ്റ്റ് കാണിക്കണം. ഇയാളെ നീ പറ്റിക്കോ ഈശ്വര.
ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്റ് അത് വരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക സാർ. ഒരു മാർക്ക്. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടുകയാണ്. ഒന്ന് പിടിക്കും. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് തങ്കച്ചി വല്യമ്മേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ഗൗരി വരുന്നത് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഭേദം തങ്കച്ചി വല്യമ്മ വന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാ വന്നേ. ഗൗരിയെ പോലെ ഒരു നല്ല അയൽവാക്കം കിട്ടിയത് എന്റെ ഭാഗ്യം. എനിക്ക് ആകെയുള്ള ഒരു മകൻ വിനോദ്. അവൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ. ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ അനിയും വേലായുധൻ തമ്പി ചുറ്റിക്കറങ്ങി നടക്കുന്നു. നാട്ടിൽ നിന്ന് 2 അന്തരവന്മാര് വന്നിട്ടുണ്ട്, രാകേഷും രമേശും. ശങ്കു, ഒന്നിങ്ങി വന്നേ. ഇവനാണ് ഞങ്ങളുടെ ശങ്കു. ഇവൻ ഞങ്ങളുടെ ബാല്യക്കാരൻ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. കരാട്ടയിൽ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്. സൂക്ഷിക്കണം. പുള്ളി കൊള്ളാമല്ലോ. ശങ്കു, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അമ്മായി ഇതാ ഞാൻ പറഞ്ഞില്ലേ. തങ്കച്ചേലമ്മേ, ആരാ ഇത്? ഇത് എന്റെ അന്തരവ് രാകേഷ്. ഹലോ. ഇത് ബാല്യകാല സഖി ഓമന. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി. അമ്മായി, ആ പോയത് ആരാണ്? അത് നമ്മുടെ അയൽപക്കത്തെ മാളഭട്ടിന്റെ മകളില്ലേ, പേര് ഗൗരി. നമ്മുടെ മാളഭട്ടിന്റെ. നമ്മുടെ മാളഭട്ട. മാളഭട്ടിന്റെ പേര് കൊള്ളാം, ഗൗരി. ശരിയാ, നല്ല പേരാ, ഗൗളി. ചുമരിട. നിങ്ങൾ അകത്തേക്കല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അയ്യോ, വേണ്ടാമായിരുന്നു. അമ്മായി, അവന് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മായി ആഹാരം എടുക്കുക. എന്നാ ഞാൻ കൂടെ വരാം. അല്ല, രമേശ് എവിടെ? അവനിപ്പോ രമേശ് ഒന്ന് കറങ്ങാൻ പോയതാ. ആ റേഡിയല്ലേ, അവൻ കറങ്ങാൻ പോയൊന്നും അല്ല അമ്മായി, അവനാള് മുങ്ങിയതാ. ഇനി എവിടെ പൊങ്ങുമോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. ഓ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്തതെന്ന്. മൂച്ചടിച്ചാ ഇന്നലെ അടി കൊണ്ട് വരെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. രാകേഷ്, ഇപ്പൊ വരാം. എഴുതിക്കോളൂ. ആസ് പെർ ഇൻഡീസെന്റ് എക്സിബിഷൻ ആക്ട് ബ്രാക്കറ്റിൽ വിമൻ പ്രൊഹിബിഷൻ 1986 we have to you may go now. Yes, yes, sir. സർ, എന്റെ കേസ് ഒന്ന് ഒതുക്കി തരണം സർ. നെവർ, ഒരിക്കലും സാധ്യമല്ല. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പ്ലീസ് സർ, എന്നെ ഒന്ന് സഹായിക്കണം സർ. ഒരു പോലീസ് ഓഫീസറായി നിങ്ങൾ കൈക്കൂലി വാങ്ങുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു. സർ, അത് നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറിന് പദവി അധികാരം ഉണ്ടെന്ന് വെച്ച് അഹങ്കരിക്കണ്ട. സാറിന്റെ അധികാരമാണോ മാണിക്യ സാറിന്റെ ശക്തിയും സ്വാധീനവുമാണോ വലുതെന്ന് നമുക്ക് കാണാം. You bloody take this and get lost. ഹലോ, മാണിക്യ സാറല്ലേ? ഞാനാണ്. വിനോദ് ഒതുങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അയാളെ ഒതുക്കിയേ പറ്റൂ. ഓക്കെ സർ. ഗൗരി, അച്ഛനെവിടെ? അപ്പ കടയിലാണ്, ഉച്ചയ്ക്ക് വരും. എന്ത് ജാനകിയല്ലേ? 2 ദിവസമായിട്ട് മോളെ കാണുന്നില്ലല്ലോ. പരീക്ഷയായിരുന്നു, അതാ. അപ്പ ഇതാർക്കാണിത്? എന്താണോ ജാനകിയമ്മേ പതിവില്ലാതെ നിങ്ങൾക്ക് വരാൻ കൊടുത്തത്?
അടുത്ത ഞായറാഴ്ച എന്റെ 60ാമത്തെ പിറന്നാളാണ്. അതുകൊണ്ട് അച്ഛനും മോളും ചേട്ടനും പ്രത്യേകിച്ച് വരണം. എന്താ പൊണ്ണേ, ജാനകിയമ്മയുടെ കല്യാണത്തിന് വരാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കല്യാണത്തിന് വരാൻ കൊടുക്കാനാണ്? അയ്യോ, കല്യാണല്ല, പിറന്നാള്. രണ്ടും ഒന്ന് തന്നെയാണോ? കല്യാണം തന്നെയാണ് പിറന്നാള്. മോള് പോണോട്ടോ. മോള് പ്രത്യേകിച്ച് വരണം കേട്ടോ. ശരി വല്യമ്മേ. പപ്പടവും പ്രഥമനും എല്ലാം എല്ലാം ഉണ്ടാവും. തിന്നാൻ കൊടുക്കാനായിട്ട്. പാവം. ആണുങ്ങളെ കുറച്ച് മിടുക്കൊക്കെ വേണം. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മാവൻ പറയുന്നത്? എടാ, ഈ കോശിച്ചായനും കുഞ്ഞു മുഹമ്മദും പെശകാണെന്ന് പണ്ട് മുതലേ എനിക്കറിയാം. നിങ്ങളല്ലാതെ അവർ പറയുമ്പോൾ കേൾക്കോ? സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേർക്ക് എഴുതി തരുന്നതിന് അവര് സഹായിക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് അറിയാവോ അമ്മാവന്? അതിനുവേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞത്? അമ്മാവനെ കാണരുത്, സംസാരിക്കരുത്. കൂട്ടത്തിൽ വല്യമാരുടെ സ്വഭാവം മാറി. സ്വയം അധ്വാനിക്കണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് സ്വത്തുക്കൾ ഞങ്ങൾക്ക് എഴുതി തരും എന്നൊക്കെ പറഞ്ഞ് തെങ്ങും തോപ്പിൽ ഞങ്ങളെ കൊണ്ട് പകൽ പണിയെടുപ്പിച്ചു. അതിൽ നിന്നെക്കാളും എടുക്കാൻ ഞാൻ തന്നെ. ഞാൻ ഒരു പണി എടുത്തിട്ടില്ല. പിന്നെ ആരും ഞാനാ പണിയെടുത്തത്? നീയല്ലേ? നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി വരാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കാം. ഇപ്പം പറയുന്നതാ ശരി. എന്നെ ഇവനെ അവന്മാര് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എങ്ങനെ? അതൊക്കെ പഴയ കഥയാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേല ഇതാ. അതിന് വരെ കിട്ടിയിട്ട് വേണ്ടേ? രാവിലെ എണീറ്റ് പോകും കറങ്ങാൻ. അല്ലെങ്കിൽ ഈയിടായിട്ട് ഇവന് കറക്കം കുറച്ച് കൂടുതലാ. വേണ്ട വേണ്ട, എന്നോടും കൂടിയാ. തിരിച്ചു വരുന്നതോ പാതിരാത്രിക്ക്. ആര് പറഞ്ഞു? ആരും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട്. ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ? അയ്യോ, വല്യമ്മായിയോട് ഞങ്ങൾക്ക് ദേഷ്യോ? എങ്കിൽ പിന്നെ വല്യമ്മയുടെ 60ാം പിറന്നാളിന് ഞങ്ങളെല്ലാം നേരത്തെ വരുമോ? ആ, സമയം കുറയായി, കിടന്നുറങ്ങണം. നാളെ കുറച്ച് പണിയുണ്ട്. നാളല്ലേ പിറന്നാള്.